السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫലഖാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ സൂറത്തായ സൂറത്തുൻ നാസാണ് നമ്മൾ വിശദീകരിക്കുക. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരാവർത്തി കൂടി. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അപ്പോൾ സൂറത്തു അന്നാസ്, അന്നാസ് എന്നതാണെന്ത് ഈ സൂറത്തിൻ്റെ പേരായി പറയപ്പെടുന്നത്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും അതിൻ്റെ പേരുകളൊക്കെ പരാമർശിക്കുന്നിടത്ത് പറഞ്ഞിരുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന പേരിലും സൂറത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അറിയപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആ ഒറ്റ ആയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പേരായി പറയപ്പെട്ടിട്ടുണ്ട്. ചില ഹദീസിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇന്നേ ദിവസം എന്ത് ചെയ്തു, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന സൂറത്ത് എനിക്ക് അവതരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ പേര്. ഒന്നാമത്തേത് സൂറത്തു നാസ് എന്നാണ്, രണ്ടാമത്തേത് സൂറത്തു ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മൂന്നാമത്തേത് ഏതാണ്? രണ്ട് സൂറത്തിനെ പരിഗണിച്ചുകൊണ്ട് മുഅവ്വിദതൈനി, സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. മൂന്ന് സൂറത്തിനെ പരിഗണിച്ചുകൊണ്ട് മുഅവ്വിദാത്ത് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പേരുകളിലാണ് സൂറത്തുൻ നാസ് അറിയപ്പെട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ പ്രത്യേകതകളാണ്. അതായത് സൂറത്തുൽ ഇഖ്ലാസിനും സൂറത്തുൽ ഫലക്കിനുമുള്ള പ്രത്യേകതകൾ എന്തിനുണ്ട്, സൂറത്തുൻ നാസിനുമുണ്ട് എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. നിസ്കാരത്തിന് ശേഷം പാരായണം ചെയ്യുക എന്നത് പുണ്യമാക്കപ്പെട്ട വിഷയമാണ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും, അതായത് ഫർള് നിസ്കാരമാണെന്ത് ഉദ്ദേശിക്കുന്നത്. ഫർള് നിസ്കാരത്തിന് ശേഷം ഈ പറയപ്പെട്ട സൂറത്തുകൾ പാരായണം ചെയ്യപ്പെടുക എന്നുള്ളത് പോരിശയാക്കപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തേത് മാ ഉൻസില മിസ്ലുൽ മുഅവ്വിദാതി ഫിത് തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫിൽ ഫുർഖാൻ. ഒരു ഗ്രന്ഥത്തിലും, കഴിഞ്ഞു പോയ ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട്, എല്ലാ റസൂലുമാർക്കും എന്ത് നൽകിയിട്ടുണ്ട്, വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ വേദഗ്രന്ഥങ്ങളിൽ ഒന്നും കാണപ്പെടാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള സൂറത്താണ് ഏത്, ഈ പറയപ്പെട്ട സൂറത്തുൻ നാസ്. അതാണ് സൂറത്തുൻ നാസിൻ്റെ രണ്ടാമത്തെ ശ്രേഷ്ഠതയായിട്ട് പഠിപ്പിക്കപ്പെടുന്നത്. ചില സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് കേട്ടതിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല, ഇത് പാരായണം ചെയ്യാതെ രാത്രി കിടന്നുറങ്ങിയിട്ടില്ല എന്നാണ്. അത് റസൂലിൽ നിന്ന് ഒരിക്കൽ കേട്ടതിന് ശേഷം പിന്നെ എന്ത് ചെയ്തിട്ടില്ല, ആ സുന്നത്ത് അവർ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത,
രാവിലകളിലും വൈകുന്നേരങ്ങളിലും 3 പ്രാവശ്യം എന്ത് ചെയ്യണം? ഒരാൾ ഈ പറയപ്പെട്ട സൂറത്തുകൾ പാരായണം ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്. എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത? എന്താണ് അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുക? രണ്ട് സൂറത്ത് വിശദീകരിച്ചപ്പോഴും നമ്മൾ അത് പറഞ്ഞിരുന്നു. അത് ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാലാണ് പൂർണ്ണമായ ഓതിയ പ്രതിഫലം കിട്ടുക. പ്രൊട്ടക്ഷൻ കിട്ടും. തക്ഫീക മിൻ കുല്ലി ഷൈ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഓൻക്കത് മദീന, പിന്നെ വേറൊന്നും ഇതിൻ്റെ ആവശ്യമില്ല, വേറെ യാതൊന്നിൻ്റെയും ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ മതി. തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാ കാര്യത്തിനെ തൊട്ടും ആ സൂറത്ത് മതിയായതാണ്. രാത്രി ഇതേപോലത്തെ ചില ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആയത്തുകൾ ആ ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അന്ന് രാത്രിക്ക് അവനത് മതിയായതാണ് എന്നും ചില ഹദീസിൽ വന്നിട്ടുണ്ട്. അതേതാണ് ആ ആയത്ത്? ആമന റസൂലു അല്ലെ, ആമന റസൂലിനെ കുറിച്ച് വന്നതാണ്. അതവന് മതിയായതാണ്. അപ്പം അതേപോലെ തന്നെയാണ് സൂറത്തുൻ നാസിൻ്റെ വിഷയത്തിലും വന്നിട്ടുള്ളത്. 4ാമത്തെ ശ്രേഷ്ഠത എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം ശരീരത്തിൽ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ, രോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റുഖിയ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഈ സൂറത്ത് ഓതിയിട്ട് റസൂൽ ഊതാറുണ്ടായിരുന്നു. 5ാമത്തെ പ്രത്യേകത, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇത് പാരായണം ചെയ്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്നത്. 6ാമത്തെ പ്രത്യേകത നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു സൂറത്ത് എന്ത് ചെയ്തിട്ടില്ല? വിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. ഇതേപോലെ തന്നെ വേറെ സൂറത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു സൂറത്ത് എന്ത് ചെയ്തിട്ടില്ല? ഖുർആനിൽ ഇറങ്ങിയിട്ടില്ല. അതേത് സൂറത്തിനെ കുറിച്ചിട്ടാ? സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ചിട്ടാണ്. സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇഞ്ചീലിലോ ഫുർഖാനിലോ മറ്റു വേദഗ്രന്ഥങ്ങളിലോ ഒന്നും തന്നെ എന്ത് ചെയ്തിട്ടില്ല? സൂറത്തുൽ ഫാത്തിഹ പോലെയുള്ള ഒരു സൂറത്ത് ലഭിച്ചിട്ടില്ല എന്നാണ്. അതേ പ്രയോഗമാണ് എവിടെയും പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൽ നാസിലും സൂറത്തുൽ ഫലഖിലുമൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. 7ാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു. റസൂലിന് മാരണം സംഭവിച്ചു. അപ്പോൾ ആ മാരണം സംഭവിച്ച സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് 2 സൂറത്തുകളാണ് പാരായണം ചെയ്യുന്നത്. ഒന്ന് സൂറത്തുൽ ഫലഖും മറ്റൊന്ന് സൂറത്തുൻ നാസും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പറയപ്പെട്ട സൂറത്താണ് ഏത്? സൂറത്തു അന്നാസ്. ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് മക്കയിലാണോ അതല്ല മക്കി കാലഘട്ടത്തിലാണോ മദനി കാലഘട്ടത്തിലാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സൂറത്തിൻ്റെ കാതലായ വിഷയം, സൂറത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്നുള്ളത് അൽ ഇസ്തിആദതു മിൻ ശർരി മാ യുവസ്വിസു ഫിസ്സുദൂർ, ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന പിശാചിൽ നിന്നുള്ള ശരണമാണെന്ത് ഈ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതാണ് ഈ സൂറത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാത്തിനെയും സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കാവലിനെ തേടുകയാണ്, രക്ഷയെ തേടുകയാണ്, സഹായത്തിനെ ചോദിക്കുകയാണ്. ആരിൽ നിന്ന്? പിശാചിൽ നിന്ന്, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ശരണം തേടുകയാണ് ചെയ്യുന്നത്. 1ാമത്തെ ആയത്ത് ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അവിടെ 1ാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഖാഫ് അല്ലേ, ഖാഫ് വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരാണ്, ഇസ്തിഅലാന്റെ അക്ഷരാണ്. അപ്പോൾ ഖ എന്ന് പറഞ്ഞ പോലെ ഖ, ഖുൽ ഖുൽ അഊദു. ശേഷം വരുന്ന ഹംസയും ഐനും രണ്ടും ഒരേ മഖ്റജ് എന്നാണ് വരുന്നത്. എവിടെ നിന്നാണ് മഖ്റജ്? ഇവിടെ തൊണ്ടയിൽ നിന്നാണ്. തൊണ്ടയാണ് രണ്ടിൻ്റെയും മഖ്റജ്. അപ്പോൾ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഊദു അഊദു ഖുൽ അഊദു ബിറബ്ബിന്നാസ്. പിന്നുള്ളത് ദാലാണ് അല്ലേ, ദാൽ. അപ്പോൾ പുറത്തൊക്കെ എന്ത് ചെയ്യണം? വരണം ദാല്. മറ്റേതെങ്ങനെ ഉച്ചരിക്കുക? സായ്. മറ്റത് സ എന്ന രൂപത്തിലാണ് ഉച്ചരിക്കുക. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഖുൽ, നബിയെ താങ്കൾ പറയുക, അഊദു ഞാൻ
ശരണം തേടുന്നു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ ശരണം തേടുന്നു. അപ്പൊ എന്തിൽ നിന്നാണ് ശരണം എന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്ത് വിഷയത്തിലാണ് ശരണം തേടുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ശരണം തേടുന്നു എന്നെന്ത് ചെയ്തു? പറഞ്ഞു വെച്ചു. അപ്പൊ അവിടെ ഒന്നാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. റസൂല് താങ്കൾ എന്ത് ചെയ്യണം? പറയണം, താങ്കൾ പറയണം. അപ്പൊ അതിൽ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ശരണം തേടുന്നതിൻ്റെ പ്രാധാന്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കിയേ, ഇതേ പ്രയോഗമല്ലേ സൂറത്തുൽ ഫലഖിലുള്ളത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും തമ്മിൽ ചെറിയൊരു സാമ്യത ഉണ്ട്. അതായത് സൂറത്തുൽ ഫലഖിൽ എന്തിൻ്റെ ഷർറിൽ നിന്നാണ് കാവലിനെ തേടുന്നത്? 3 കാര്യങ്ങൾ. ഏതൊക്കെ? പ്രത്യേകിച്ചും എന്ത് കാര്യത്തിൽ നിന്നാണ്? പ്രത്യേകമായിട്ടും എന്ത് വിഷയത്തിൽ നിന്നാണ് നമ്മൾ കാവലിനെ തേടുന്നത്? മിൻ ശർരി മാ ഖലഖ് അല്ലേ? സൂറത്തുൽ ഫലഖിൽ നമ്മൾ അള്ളാഹുവിനോട് ശരണം തേടുന്നത്, രക്ഷ തേടുന്നത് മനുഷ്യന്മാരിൽ നിന്നാണ് അല്ലേ? മനുഷ്യന്മാരിൽ നിന്നാണ് നമ്മൾ ശരണം തേടുന്നത്. അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട നമുക്ക് കാണാൻ പറ്റുന്ന കോലത്തിലുള്ള സൃഷ്ടികളിൽ നിന്നാണ് ശരണം തേടുന്നത്. അതാണ് മിൻ ശർരി മാ ഖലഖ, അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഷെറിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഒമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രിയുടെ ഷെറ്. ഒമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, സിഹർ ചെയ്യുന്ന ആളുടെ ഷെറ്. പിന്നെ ഒമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുവിൻ്റെ ഷെറ്. എന്നാൽ ഈ സൂറത്തിൽ നമ്മൾ ശരണം തേടുന്നത്, രക്ഷ തേടുന്നത് പിശാചിൽ നിന്നാണ്. നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. നമുക്ക് കാണാൻ സാധിക്കാത്ത, കണ്ണുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ശരണം തേടുന്നത്, രക്ഷ തേടുന്നത്. അപ്പം അങ്ങനെ ഒരു സാമ്യത എന്തുണ്ട്? സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസും തമ്മിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കുൽ നബിയെ താങ്കൾ പറയുക, അഊദു, ഞാൻ എന്ത് ചെയ്യുന്നു? രക്ഷ തേടുന്നു, രക്ഷ ചോദിക്കുന്നു. ആരോടാണ് രക്ഷ ചോദിക്കുന്നത്? ബിറബ്ബി അന്നാസ്. അപ്പൊ രക്ഷ ചോദിക്കുക എന്നുള്ളത് ഇബാദത്താണ്. രക്ഷ തേടുക എന്നുള്ളത് ഇബാദത്താണ്. അത് അള്ളാഹുവിനോടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് ചോദിക്കാൻ പറ്റൂല. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബു തൗഹീദിൽ 5-ാമത്തേതോ 6-ാമത്തേതോ ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ബാബാണെന്ത്? ബാബു മിനശ്ശിർക്ക്, ഷിർക്കിൽപ്പെട്ടതാണെന്ത്? അൽ ഇസ്തിആദതു ബിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരോട് രക്ഷ തേടുക എന്നുള്ളത് എന്താണ്? ഷിർക്കാണ്. ചില ആളുകൾ വീഴാൻ പോകുന്ന സമയത്തൊക്കെ എന്താ പറയാം? ബദരിങ്ങളെ കാക്കണേ, മൊയ്തീൻ ഷേഖെ കാക്കണേ എന്നാ പറയാം. അതാണ് ഇസ്തിആദത്ത്. അതാണെന്ത്? ഇസ്തിആദത്ത്. ഇസ്തിആദത്തിന് അർഹൻ ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ബാക്കിയുള്ള ഒരാൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നമ്മെ സഹായിക്കുവാനോ രക്ഷിക്കുവാനോ സുരക്ഷ നൽകുവാനോ ഒരാൾക്കും സാധ്യമല്ല എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് അഊദു, റസൂൽ പറയാണ് ഞാൻ ശരണം തേടുന്നത് ആരോടാണ്? പ്രവാചകന്മാരോടല്ല, മലക്കുകളോടല്ല, ബിറബ്ബിന്നാസ്, എല്ലാ ആളുകളെയും സൃഷ്ടിച്ച റബ്ബിനോടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ശരണം തേടുന്നത്. അപ്പം റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നൽകി പോറ്റി വളർത്തിയവനാണ് എന്തെന്ന് പറയാ? റബ്ബ് എന്ന് പറയാം. അതാണ് റബ്ബ്. എന്നിട്ട് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് റബ്ബുന്നാസ്നാണ്, ജനങ്ങളുടെ റബ്ബ് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ പിശാച്ച് ആരെയാണ് പഴപ്പിക്കുന്നത്? ജനങ്ങളെയാണ്. പിശാച്ച് പഴപ്പിക്കുന്നത് ജനങ്ങളെയാണ്. അപ്പൊ അവിടെ അള്ളാഹു പറയണത്, ആ ജനങ്ങളെയെല്ലാം സൃഷ്ടിച്ച, ഈ പിശാച്ചിനെയും സൃഷ്ടിച്ച ആ റബ്ബിനോടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ശരണം തേടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആയത്ത് പാരായണം ചെയ്യുന്ന ഒരാൾക്ക് എന്ത് മനസ്സിലാകും? അള്ളാഹുവിന്റെ ശരണം എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ രക്ഷ എനിക്ക് എന്തായാലും ലഭിക്കും. കാരണം പിശാച്ചിനെ സൃഷ്ടിച്ച ആ അള്ളാഹുവിനോടാണ്, റബ്ബിനോടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ശരണം തേടുന്നത്, രക്ഷ തേടുന്നത് എന്നാണ് ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. അതാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസ്. രണ്ടാമത്തെ ആയത്ത് മലിക്കിന്നാസ്, മലിക്കി അന്നാസ്. അപ്പം അതേ പ്രയോഗമാണ് രണ്ടാമത്തെ ആയത്തിലും വന്നിട്ടുള്ളത്. എന്താ മലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാലിക് എന്ന് പറഞ്ഞാൽ എന്താ? മാലിക് യൗമിദ്ദീൻ അല്ലെ, ഖിയാമത്ത് നാളിൻ്റെ ഉടമസ്ഥൻ. മലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്നാണ്. അപ്പം മലിക്കിന്നാസ്,
മനുഷ്യരുടെ രാജാവിനോട് എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. മനുഷ്യരുടെ രാജാവിനോട് ശരണം തേടുന്നു എന്നാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാവാണ്, യാതൊരു സംശയമില്ല. കാരണം എല്ലാം ഉടമപ്പെടുത്തുന്നവനാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പൂർണ്ണമായും കാര്യങ്ങൾ ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. പലപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാർ എന്തൊക്കെ ഉടമപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലെന്തുണ്ട്? പോരായ്മയുണ്ട്. നമ്മുടെ കയ്യിൽ ഇന്നുള്ളൊരു വസ്തു നാളെ ഉണ്ടാകണമെന്നുണ്ടോ? ഇല്ല. നമ്മൾ സമ്പാദിച്ച സമ്പാദ്യം ഇന്ന് എത്ര തന്നെ വലിയ സമ്പാദ്യമാണ് എങ്കിലും നിമിഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? അതില്ലാതാകും. ഒറ്റ രാത്രി കൊണ്ടൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതാണ് നമ്മുടെ മിൽക്കിയത്തിൻ്റെ അവസ്ഥ. നമ്മൾ ഉടമപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ദുർബലമായ ഉടമപ്പെടുത്തലാണ്. എന്നാൽ അള്ളാഹു ഉടമപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് പൂർണ്ണമായും വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു ഉടമപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ ജനങ്ങളുടെയും രാജാവായ ആ അള്ളാഹുവിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? രക്ഷ തേടുന്നു എന്ന് പറയാം. ആ അള്ളാഹുവിനോട് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളുടെ വിഷയത്തിൽ പൂർണ്ണമായ അധികാരം ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. ആ അള്ളാഹുവിനോടാണ് പിശാചിനെ തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്? രക്ഷ ചോദിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അടുത്തത് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. ഇലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധ്യൻ, അല്ലെ? ആരാധിക്കപ്പെടുന്നവനാണ് അൽ ഇലാഹ് എന്ന് പറയാം. ഇലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. ആരാധിക്കപ്പെടുന്നവനോട് ഞാൻ എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. ആരാധിക്കപ്പെടുന്നവൻ? ഇലാഹിന്നാസ്, ജനങ്ങളൊക്കെ ആരാധിക്കുന്നത് ആരെയാ? അള്ളാഹുവിനെയാണ്. ആ അള്ളാഹുവിനോട് ശരണം തേടുന്നു. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. അതല്ലാതെ സൃഷ്ടിക്കുന്നവൻ എന്നാണോ? അല്ല, ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് ഇലാഹിന്റെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമായിട്ട് നമ്മൾ പലപ്പോഴായി നമ്മൾ പറയാറുള്ള കാര്യമാണ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ആരാധിക്കപ്പെടാൻ അർഹൻ ആര് മാത്രാണ്? അള്ളാഹു മാത്രാണ്. എന്നാൽ അതേ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലക്ക് വേറെ അർത്ഥങ്ങൾ പറഞ്ഞാലോ അത് ശരിയാവോ? ഇല്ല. ഒരാൾ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ യാതൊരു സൃഷ്ടാവുമില്ല എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം എന്നൊരാൾ പറഞ്ഞാലോ അത് ശരിയാവോ? എന്തുകൊണ്ട് ശരിയാവൂല? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചെന്ന് പറയേണ്ടി വരും. മക്കയിലെ മുശ്രിക്കുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചെന്ന് പറയേണ്ടി വരും. കാരണം മക്കയിലെ മുശ്രിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു സൃഷ്ടാവാണെന്ന് അംഗീകരിച്ച വിഷയമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത് അതെന്തല്ല, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥമല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹൻ ആര് മാത്രാണ്? അള്ളാഹു മാത്രം. ആ അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. അപ്പൊ ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. സൂഫിയാക്കൾക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം വിശദീകരിക്കുന്നിടത്ത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും അതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇലാഹിന്നാസ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ ഇവിടെ എല്ലാം നോക്കിയ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ജനങ്ങളെ പറഞ്ഞുകൊണ്ടാണ്, അല്ലെ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എല്ലാം നാസ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. മനുഷ്യനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ആദരിച്ചിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം. ആ ആദരവാണ് എന്ത് ചെയ്യുന്നത്? ഈ ആയത്തുകളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തി തരുന്നത്. തശ്രീഫിന് വേണ്ടിയിട്ടാണ് എന്നാണ്, അവർക്കുള്ള ആദരവെന്നോണാണ് അന്നാസ് എന്നതുകൊണ്ട് അവസാനിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ആദ്യം പ്രയോഗിച്ചത് റബ്ബ് എന്നാണ്, പിന്നെ പ്രയോഗിച്ചതോ മലിക്, പിന്നെ പ്രയോഗിച്ചത് ഇലാഹ്. അപ്പൊ റബ്ബ് എന്ന പ്രയോഗം മനുഷ്യന്മാർക്കും പ്രയോഗിക്കാറുണ്ട്. റബ്ബുൽ ബൈത്ത്, വീടിന്റെ ഉടമസ്ഥൻ എന്ന രീതിയിൽ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ റബ്ബ് എന്നത് മനുഷ്യന്മാർക്കും എന്ത് ചെയ്യും? വ്യാപകമായിട്ട് പ്രയോഗിക്കാറുണ്ട്. അറബ്ബ് എന്നല്ല, അലിഫ്ലാം ഇട്ടിട്ടല്ല, അലിഫ്ലാം ഇല്ലാതെ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ മലിക്ക് എന്നുള്ളതോ എല്ലാ ജനങ്ങൾക്കും മലിക്ക് എന്ന് പറയുമോ? ഇല്ല, എല്ലാ ജനങ്ങൾക്കും മലിക്ക് എന്ന് പറയില്ല.
എന്നാൽ റബ്ബ് എന്നുള്ളത് ഇപ്പോൾ വീടുള്ളവന് നമ്മൾ പറയും റബ്ബുൽ ബൈത്ത്. അതല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം ഉണ്ടെങ്കിലോ ആ വാഹനത്തിൻ്റെ ആൾ എന്നൊക്കെ പറയും. ഏകദേശം ആളുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റബ്ബ് എന്ന പ്രയോഗം ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ മലിക്ക് എന്നുള്ളതോ എല്ലാവർക്കും പറ്റുമോ? ഇല്ല, കുറച്ച് ആളുകൾക്ക്. അപ്പോൾ ആദ്യം എല്ലാ ആളുകൾക്കും ഉപയോഗിക്കുന്നത് എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞു. പിന്നെ മലിക്ക് കുറച്ച് ആളുകൾക്കേ പറയുള്ളൂ, രാജാവായ ആളുകൾക്കേ പറയുള്ളൂ. ഇലാഹിലേക്ക് എത്തിയപ്പോഴോ ആർക്കില്ല. ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവിന് മാത്രമാണ് എന്ത്? അത് പ്രത്യേകമായിട്ടുള്ളത്. ആ രൂപത്തിലാണ്, ആ തർത്തീബിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 3 ആയത്തിലേക്ക് എത്തിയിട്ടും എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത് എന്ന് വന്നിട്ടുണ്ടോ? ഇല്ല. അത് ഖുർആനിൻ്റെ ഭാഷാ ശൈലിയാണ്, ബലാഗയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? ആഗ്രഹിക്കും. അതായത് എന്തിൽ നിന്നാണ് ഇപ്പോൾ ഷർ, എന്തിൽ നിന്നാണ് രക്ഷ തേടുന്നത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു മനുഷ്യനോട് നമ്മളിങ്ങനെ പറയാണ്, എന്നോടൊരു കാര്യം പറയാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പിന്നെ ആലോചിക്കലെന്താ? ആ കാര്യം എന്തായിരിക്കും? എന്നാൽ പെട്ടെന്ന് പറയും, എന്തിനാണ് പറഞ്ഞ് ബാക്കി വെച്ചത് എന്നൊക്കെയാണ് ചോദിക്കുക. അപ്പം അതേപോലെയാണ് 3 ആയത്തുകളിലും ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞു പോവാൻ. എന്നിട്ട് അടുത്തതോ മിൻ ഷർരിൽ വസ്വാസി അൽ ഖന്നാസ്. അപ്പോൾ വസ്വാസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവരെ കൊണ്ടുള്ള കെടുതിയിൽ നിന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു? കാവലിനെ തേടുന്നു. അപ്പോൾ ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന് പറഞ്ഞല്ലോ, ജനങ്ങളുടെ റബ്ബിനോട് ശരണം തേടുന്നു. എന്തിൽ നിന്ന്? മിൻ ഷർരിൽ വസ്വാസ്, ദുർബോധനത്തിൽ നിന്ന്, ദുർബോധനത്തിൻ്റെ ഷർറിൽ നിന്ന്. അൽ ഖന്നാസ്, ഖന്നാസ് എന്ന് പറഞ്ഞാൽ എന്താ? പിന്മാറിക്കളയാ. പിശാച്ച് എന്ത് ചെയ്യും? ദുർബോധനം നടത്തും. എന്നിട്ട് പിശാച്ച് എന്ത് ചെയ്യും? പിശാച്ച് ഓടിപ്പോകും. പിശാച്ച് ഓടിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് മിൻ ഷർരി, ഷർറിൽ നിന്ന്, തിന്മയിൽ നിന്ന്. എന്തിൻ്റെ തിന്മ? അൽ വസ്വാസ്, വസ്വാസ് എന്ന തിന്മയിൽ നിന്ന്. അപ്പോൾ ഈ വസ്വാസ് ഉണ്ടാക്കുന്നത് ആരാ? പിശാച്ചാണ്. വസ്വാസ് ഉണ്ടാക്കുന്നത് പിശാച്ചാണ്. അപ്പോൾ പിശാച്ചിനെ പറയാതെ പിശാച്ച് ചെയ്യുന്ന പണിയാണ് അവിടെ പറഞ്ഞത്. പിശാച്ച് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? വസ്വാസ് ഉണ്ടാക്കല. വസ്വാസ് ഉണ്ടാക്കും. ജനങ്ങളുടെ മനസ്സിലെന്ത് ചെയ്യും? എന്തെങ്കിലും തിന്മകൾ പിശാച്ച് ഇട്ടുകൊടുക്കും. അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അൽ ഖന്നാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലദി യഖ്തഫി വയഹ്റുബു ഇൻദ ദിക്രില്ലാഹ്. അതായത് അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ പിശാച്ച് എന്ത് ചെയ്യും? പിന്മാറും. പിശാച്ച് പേടിച്ച് ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്യും? പിശാച്ച് ഓടിപ്പോകും. ബദറിൽ ഉണ്ടായതുപോലെ, ബദറിൽ പിശാച്ച് എന്ത് ചെയ്തു? മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടു. പിശാച്ച് പറഞ്ഞു ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പിശാച്ച് എന്ത് ചെയ്തു? ഓടിപ്പോയി എന്നാണ്. അപ്പം അതാണ് പിശാച്ച് ചെയ്യുക. ബദറിലേക്ക് മുശ്രിക്കുകളെ കൊണ്ടിട്ടതാരാ? പിശാച്ചാണ്. എല്ലാ കുതന്ത്രങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പിശാച്ച് മെനഞ്ഞിട്ടുണ്ട്. എല്ലാ കുതന്ത്രങ്ങളും മെനഞ്ഞു യുദ്ധത്തിൻ്റെ പോർക്കളത്തിലേക്ക് എത്തിച്ചു. മലക്കുകൾ ഇറങ്ങി വരലും പിശാച്ച് എന്ത് ചെയ്തു? ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പിശാച്ച് ഓടിപ്പോയി. മുശ്രിക്കുകളാണെങ്കിലോ അവർ പ്രയാസത്തിലായി. അവരിൽപ്പെട്ട അഷ്റാഫുകൾ, വലിയ ഭീമന്മാരായ ആളുകളാണ് എന്ത് ചെയ്തത്? ബദറിൽ മരണപ്പെട്ടത് എന്നാണ്. അതാണ് തിരിച്ച് ബദർ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് അവർ തമ്പടിക്കുന്നുണ്ട്. എന്നിട്ട് അവർ അങ്ങേയറ്റത്ത് ദേഷ്യത്തിലാണ് ഉഹദ് സംഭവിക്കുന്നത്. പകരം എന്ത് ചെയ്യണം? എന്തായാലും പകരം വീട്ടണം. കാരണം അബൂജഹൽ മരണപ്പെട്ടു, വലിയ വലിയ ആളുകളാണ് എന്ത് ചെയ്തത്? മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ പിശാച്ച് ചെയ്തെന്താ? ദുർബോധനം നടത്തി. പിശാച്ചിൻ്റെ പണിക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വിഷയമാണെന്ത്? ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. പിശാച്ച് നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ശത്രുവിനെ നിങ്ങൾ ശത്രുവായി തന്നെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒന്നും വേണ്ട, നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരാൾ നമ്മെ വധിക്കുമെന്ന് പറയാം, നിന്നെ എന്തായാലും എന്ത് ചെയ്യും? ഞാൻ കൊല്ലും എന്നൊരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജാഗ്രത ഉണ്ടാവൂലേ? നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? പിന്നെ പോവുക. ഇപ്പോൾ മാംഗ്ലൂർ ആ സൈഡൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ നടക്കുക. നമ്മൾ പോകുക ആരെങ്കിലും? ഇല്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല? പോകൂല. കാരണം പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ പിശാച്ച് ശപഥം ചെയ്ത് പറയാം, സത്യം ചെയ്തിട്ട് പറയണെന്ത്? ഖാല ഫബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാതകൽ മുസ്തഖീം. നേർമാർഗത്തിൽ നിൽക്കുന്നതാണ്, സത്യത്തിന്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്യും? നിൽക്കും. എന്തിനു വേണ്ടിയിട്ട്? സുമ്മ ലആതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം
വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. എല്ലാ ഭാഗത്തിലൂടെയും ഞാൻ എന്ത് ചെയ്യും? അവരെ വഴിപഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന. എന്നിട്ട് അള്ളാഹുവിനോട് പറയാണ് വലാ തജിദു അക്സറഹും ഷാകിരീൻ. അവരിൽപ്പെട്ട അധികം ആളുകളെയും ശുക്ർ ചെയ്യുന്നവരായി നിനക്ക് കാണാൻ പറ്റൂല എന്ന് റബ്ബിനോട് പറയാം. അപ്പൊ അങ്ങനെ ശപഥമെടുത്ത പിശാചിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ചില കാൽവെപ്പുകൾ ഇടറിപ്പോകുന്നുണ്ടോ എന്ന് എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ വിഷയത്തിലാകട്ടെ, നമ്മുടെ കച്ചവടത്തിൻ്റെ വിഷയത്തിലാകട്ടെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിശാചിൻ്റെ ദുർമന്ത്രം, പിശാചിൻ്റെ ദുർബോധനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നെന്ത് ചെയ്യണം? നമ്മൾ നിത്യവും ആലോചിച്ചു കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നമ്മൾ ആലോചിക്കണം. എവിടെയെങ്കിലും ഇന്ന് പിശാചിൻ്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന വിഷയത്തിലൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഒരു ഗൗരവം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം പിശാച് അങ്ങനെയാണ് എന്ത് ചെയ്യുക? മനുഷ്യനെ തെറ്റിക്കുക ആ രൂപത്തിലാണ്. ആദ്യം തന്നെ നിസ്കാരത്തിൽ നിന്ന് എങ്ങനെ തെറ്റിക്കുക? ജമാഅത്ത് എന്ത് ചെയ്യും? ജമാഅത്തിൻ്റെ പ്രാധാന്യം ഓനിൽ കുറഞ്ഞു വരും. ആദ്യം അതാ ഉണ്ടാവുക. പിന്നെന്ത് ചെയ്യും? ജമാഅത്ത് ഒഴിവാക്കും. പിന്നെയാണ് എന്ത് ചെയ്യുക? ഒറ്റക്ക് നിസ്കരിച്ചാൽ മതിയല്ലോ എന്ന കോലത്തിലേക്ക് എത്തും. അവസാനം നിസ്കാരം തന്നെ എന്ത് ചെയ്യും? ഇല്ലാതായി മാറും. അപ്പോൾ എപ്പോഴും നമുക്ക് ജാഗ്രത വേണം. എന്ത് ഉപയോഗിക്കുമ്പോഴും അവിടെ പിശാചിൻ്റെ ദുർമന്ത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ, പിശാചിൻ്റെ സ്വാധീനം ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വീക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഇദാ നൂദിയ ലിസ്സലാത്തി അദ്ബറ അശ്ശൈത്താനു വലഹു ളുറാത്തുൻ. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിശാച് ഓടും. പിശാച് ഓടുന്നാണ്. ഹത്താ ലാ യസ്മഅ അത്തഅദീൻ. ബാങ്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോകും. ഫഇദാ ഖുദിയ നിദാഹു അഖ്ബൽ. കഴിഞ്ഞാലോ വീണ്ടും വരും. വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വരുന്നാണ്. ഹത്താ ഇദാ സുവ്വിബ ബിസ്സലാത്തി അദ്ബർ. എന്നിട്ട് ഇഖാമത്ത് കൊടുത്താലോ പിശാച് എന്ത് ചെയ്യും? വീണ്ടും പോകും. ഹത്താ ഇദാ ഖുദിയ തസ്വീബു അഖ്ബൽ. എന്നിട്ട് അത് കഴിഞ്ഞാലോ വീണ്ടും വരും. വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യും? യഹ്ലിറു ബൈനൽ മർഇ വനഫ്സിഹി. അവൻ്റെ നഫ്സിൻ്റെ ഇടയിലും അവൻ്റെ ഇടയിലും എന്ത് ചെയ്യും? വന്നിട്ട് വസ്വാസ് ഉണ്ടാക്കും. നിസ്കാരത്തിൽ എന്ത് ചെയ്യും? വസ്വാസ് ഉണ്ടാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, പിശാച് പറയുന്നതാണ്, ഉദ്കുർ കദാ, നീ എന്ത് ചെയ്യും? ഇന്നതോർക്ക്. ഉദ്കുർ കദാ, നീ ഇന്നതോർക്ക്. ലിമ ലം യകുൻ യദ്കുർ ഹത്താ യദല്ല അർറജുലു ലാ യദ്രി കം സല്ല. അങ്ങനെ പിശാച് പറയുന്ന ഓരോ കാര്യങ്ങളും ഓർത്തോർത്ത് അവസാനം എത്രയാണ് അവൻ നിസ്കരിച്ചത് എന്ന് പോലും ചെയ്യൂല, അവൻ അറിയില്ല എന്നാണ്. അപ്പം ആ രൂപത്തിലേക്ക് പിശാച് എന്ത് ചെയ്യും? ഒരാൾക്ക് വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു വെക്കുക. അപ്പം ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്വാസ് എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമാണോ? അല്ല. അതാണ് മിൻ ഷർരിൽ വസ്വാസ്. വസ്വാസിൻ്റെ ഷർറിൽ നിന്നാണ്. വസ്വാസിൻ്റെ ഷർറിൽ നിന്ന്. അപ്പോൾ വസ്വാസ് വളരെ അപകടം പിടിച്ച വിഷയമാണെന്ത്? വസ്വാസ് എന്നുള്ളത്. കാരണം ഒന്നാലോചിച്ച് നോക്കിയേ, അതിൻ്റെ മുമ്പുള്ള 3 ആയത്തുകളിൽ അള്ളാഹുവിനോട് ശരണം തേടുമ്പോൾ 3 വ്യത്യസ്ത ഇസ്മുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 3 വ്യത്യസ്ത വിശേഷണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടാണ് 4ാമത്തെ വിഷയം പറയുന്നത് മിൻ ഷർരിൽ വസ്വാസ്. അപ്പം അത് ഭയങ്കര മഹത്തമായ, നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണെന്ത്? വസ്വാസ് ജീവിതത്തിൽ ഉണ്ടാവുക എന്നത്. അതുകൊണ്ടാണ് അർ റബ്ബ് എന്ന് പ്രയോഗിച്ചു, അൽ മലിക് എന്ന് പ്രയോഗിച്ചു, അൽ ഇലാഹ്, ഈ 3 പ്രയോഗിച്ചിട്ടാണ് എന്ത് പറയുന്നത്? മിൻ ഷർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പം അത്രയും നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണെന്ത്? ഈ വസ്വാസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വസ്വാസ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, കഴിഞ്ഞ സൂറത്തുൽ ഫലക്കിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ സിഹർ എന്നുള്ളത് എന്താ? ശരീരത്തിന് ബാധിക്കുന്നതാണ്. അസൂയ എന്നുള്ളതോ ശരീരത്തിന് ബാധിക്കുന്നതാണ്. എന്നാൽ സൂറത്തുൻ നാസിൽ പറയുന്ന ഈ വസ്വാസ് എന്നത് നമ്മുടെ മനസ്സിന് ബാധിക്കുന്നതാണ്. നമ്മുടെ മനസ്സിന് ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പം മനസ്സിന് ബാധിക്കുന്ന പ്രശ്നം അത് നമ്മൾ പ്രശ്നമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് വല്ലാത്ത പ്രശ്നം എന്ത് ചെയ്യും? പിന്നെ ഉണ്ടാക്കും, പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കും. എന്നിട്ട് പറയാൻ അടുത്ത ആയത്തിൽ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അപ്പോൾ വസ്വാസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ശരണം തേടുന്നു. അൽ ഖന്നാസ്,
എന്താ ഖന്നാസിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്തിരിഞ്ഞോടും. അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്തിരിഞ്ഞോടും. അതാണ് അൽ ഖന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലദി, എങ്ങനെയുള്ളവൻ? ഈ പിശാച് എങ്ങനെയുള്ളവനാണ്? യുവസ്വിസു, ദുർബോധനം ഉണ്ടാക്കുന്നു, ഫീ സുദൂരിന്നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്യുന്നു? പിശാച് ദുർമന്ത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ദുർബോധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, പിശാച് എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്? മനുഷ്യന്റെ ഹൃദയത്തെയാണ് കേന്ദ്രീകരിക്കുന്നത്. അവിടെ ആയത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? ഫീ ഖുലൂബിഹിം എന്നാണോ പറഞ്ഞത്? അല്ല, സുദൂർ എന്നാണ് പ്രയോഗിച്ചത്. അതായത് ഹൃദയത്തിലേക്കുള്ള കവാടമാണെന്ത്? സുദൂർ. അപ്പൊ സുദൂറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സുദൂർ എന്താ ചെയ്യുക? എവിടേക്ക് ഇട്ട് കൊടുക്കും? കൽബിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ പിശാച് ചെയ്യുന്ന പണി എന്തേ ഉള്ളൂ? സുദൂറിലേക്ക് എന്ത് ചെയ്യുക? ദുർമന്ത്രം ഇട്ട് കൊടുക്കുക. അതെന്ത് ചെയ്യും? കൽബിലേക്ക് പിന്നെ എത്തിപ്പെടും. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടതാണ്, ഹൃദയമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ വിഷയം കൂടിയാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ള വിഷയമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും ഒരു മനുഷ്യൻ അവൻ്റെ ബാഹ്യമായ സൗന്ദര്യം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? നല്ലവണ്ണം പണവും കാര്യങ്ങളൊക്കെ ചെലവഴിക്കാറുണ്ട്. ജിമ്മിന് പോകും, അതേപോലെ തന്നെ അവൻ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ എന്ത് ചെയ്യും? അവൻ ചെയ്തു വെക്കും. എന്നാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ കാര്യത്തെക്കുറിച്ചോ യാതൊരു ശ്രദ്ധയും അവനുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറയുന്ന വിഷയമാണെന്ത്? ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവനും എന്ത് ചെയ്യും? നന്നാകും. വഇദാ ഫസദത്, എല്ലാം എന്ത് ചെയ്യും? മോശാവുന്ന, ശരീരം മൊത്തവും മോശാകും. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ത്? നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷയം. നമുക്ക് നിസ്കാരത്തിൽ ആസ്വാദനം ലഭിക്കണമെങ്കിൽ, നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന സമയത്ത് ആസ്വാദനം ലഭിക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? ഹൃദയം ശുദ്ധിയാവുക തന്നെ വേണം. ഒരു രോഗിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രുചികരമായ ഭക്ഷണം രുചിച്ചു കഴിഞ്ഞാൽ ആസ്വാദനം ഉണ്ടാകുമോ? ഇല്ല. ആ ആസ്വാദനത്തെ തൊട്ട് എന്താ തടയുന്നത്? ആ രോഗം എന്ത് ചെയ്യുന്നുണ്ട്? തടയുന്നുണ്ട്. എന്നാൽ അതേപോലെയാണ് ഒരു വ്യക്തിക്ക് നിസ്കാരത്തിൻ്റെ ആസ്വാദനം ലഭിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയം എന്ത് ചെയ്യണം? ശുദ്ധമാകണം. അപ്പോൾ ഹൃദയം ആകാത്തിടത്തോളം കാലം എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും അതിലെന്ത് ചെയ്യൂല? നമുക്കൊരു ആസ്വാദനം ലഭിക്കൂല. ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോശമായ പാത്രത്തിലേക്ക് തേനിട്ടു, ആ തേനിനൊരു ടേസ്റ്റ് ഉണ്ടാവുമോ? ഇല്ല. തേനിനൊരിക്കലും എന്തുണ്ടാവില്ല? രുചി ഉണ്ടാവില്ല. മറിച്ച് ആ പാത്രം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? ശുദ്ധിയാകേണ്ടതുണ്ട്. അപ്പോൾ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എപ്പോഴും നമ്മുടെ ചിന്ത നമ്മുടെ ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന അസൂയകൾ, രോഗങ്ങൾ, അതിനെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? തടുത്തു നിർത്തണം. ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാലേ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ എന്ത് ചെയ്യുള്ളൂ? ശുദ്ധിയാവുകയുള്ളൂ. അപ്പൊ ജനങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് എന്ത് ചെയ്യാം? വസ്വാസ് ഉണ്ടാക്കുക എന്നാണ്. ഹൃദയമാണ് പിശാച് അടിസ്ഥാനമായി കാണുന്നത്. അപ്പോൾ വസ്വാസ് പല രൂപത്തിലുണ്ട്. വസ്വാസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന വസ്വാസ് ഏതാ? നിസ്കാരത്തിലുള്ള വസ്വാസായിരിക്കാം, അതല്ലെങ്കിൽ വുളൂഇലുള്ള വസ്വാസായിരിക്കാം. ഇങ്ങനെയുള്ള വസ്വാസുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ വസ്വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലുണ്ട്. ഒന്ന് വിശ്വാസത്തിൽ വരുന്ന വസ്വാസ്. പിശാച് എന്ത് ചെയ്യും? ഒരു മനുഷ്യനോട് പിശാച് ഇങ്ങനെ പറയുന്നതാണ്, നിന്നെ ആരാ സൃഷ്ടിച്ചത്? ഇങ്ങനെ എന്ത് ചെയ്യും? ഓർത്ത് അവസാനം അള്ളാഹനെ ആരാ സൃഷ്ടിച്ചത് എന്ന കോലത്തിലേക്ക് പിശാച് എത്തിക്കും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? അവിടെ നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടണം, രക്ഷ തേടണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിശ്വാസത്തിൽ എന്ത് ചെയ്യും? പിശാച് വസ്വാസ് ഉണ്ടാക്കും. ഇനി വിശ്വാസത്തിൽ സാധിച്ചിട്ടില്ലെങ്കിലോ, ചില തെറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വസ്വാസ് ഉണ്ടാക്കും. ആ തെറ്റിന് നല്ലതായിട്ട് എന്ത് ചെയ്യും? പിശാച് ചിത്രീകരിക്കും. ആ തെറ്റിന് നല്ല പേരുകൾ നൽകും, ആ തെറ്റിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും. എന്നിട്ട് ആ തെറ്റിലേക്ക് എന്ത് ചെയ്യും? നമ്മളെ കൊണ്ടിടുന്ന നമ്മളെ തെറ്റിലേക്ക് എന്ത് ചെയ്യും? ചാടിപ്പിക്കും. അപ്പം അവിടെയാണ് തെറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വസ്വാസ് ഉണ്ടാക്കും. മൂന്നാമത്തേത്, ഇതിനൊന്നും സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. ആ സൽക്കർമ്മങ്ങളിൽ റിയാ ഉണ്ടാക്കും. ആളുകൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതോടൊപ്പം തന്നെ ആ മൂന്നിനും സാധിച്ചിട്ടില്ല എങ്കിൽ അടുത്തതാണ് ഉജുബുൻ നഫ്സ്, ഉൾനാട്യം. സ്വന്തത്തിന് എന്ത് ചെയ്യുക? ഞാൻ കുറച്ചൊക്കെ ഓക്കെ ആണെന്ന് എന്ത് ചെയ്യുക? തോന്നുക. ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യും? കൊണ്ടെത്തിക്കുന്ന. അപ്പോൾ ഇതൊക്കെ പിശാചിൻ്റെ വസ്വാസിൽപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെയുള്ള വസ്വാസാണെന്ത്?
നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന വസ്വാസ്, വുളു എടുക്കുമ്പോൾ ഉണ്ടാകുന്ന വസ്വാസ്. അപ്പോൾ ഈ വസ്വാസുകളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നമുക്ക് ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്, ഒരു ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്. പിശാച് എപ്പോഴും വസ്വാസ് ഉണ്ടാക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ എങ്ങനെയാണ് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടുക? വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ 3 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് അൽ ഇക്സാറു മിൻ ദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നിത്യവും എന്ത് ചെയ്യാം? അള്ളാഹുവിനെ ഓർക്കുക. എന്നാൽ ഒരുപാട് വസ്വാസുകൾ എന്ത് ചെയ്യും? കുറഞ്ഞു കിട്ടും. ഈ പറഞ്ഞ വിശ്വാസപരമായ വസ്വാസുകൾ കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, വുളുവുമായി ബന്ധപ്പെട്ട്, മറ്റു സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വസ്വാസുകളൊക്കെ എന്ത് ചെയ്യും? കുറഞ്ഞു കിട്ടും. എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ നിത്യവും എന്ത് ചെയ്യണം? ഓർത്തുകൊണ്ടേയിരിക്കണം. കാരണം അള്ളാഹുവിനെ ഓർക്കുമ്പോൾ പിശാച് എന്താ ചെയ്യുക? മിൻ ശർരിൽ വസ്വാസി അൽ ഖന്നാസ്, പിശാച് ഓടിപ്പോകും, പിശാച് ഓടിപ്പോകും. അപ്പോൾ ഒന്നാമത്തേത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അൽ ഇക്സാറു മിനൽ ഇസ്തിആദതി ബില്ലാഹി മിൻഹു, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. ഈ പറയപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? രക്ഷ ചോദിക്കണം. പ്രത്യേകിച്ചും ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട്. മൂന്നാമത്തേത് മുഖാലഫതുഹു വൽ അസ്മു അലാ ഇസ്യാനിഹി, എല്ലാ വിഷയത്തിലും പിശാചിനോട് നമ്മൾ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം എന്നാണ്. പിശാചിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റുന്ന എല്ലാത്തിലും വിട്ടു നിൽക്കുകയും നമ്മുടെ മനസ്സിൽ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പിശാചിന് ഇഷ്ടമുള്ള കാര്യമാണ്, അത് ഞാൻ ചെയ്യൂല, ഞാൻ പിശാചിനെ വെറുക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? തിന്മയിൽ നിന്ന് അങ്ങനെ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. അത് പിശാചിന് ഇഷ്ടമുള്ളതാണ്, ഞാൻ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ആ രൂപത്തിൽ പിശാചിനോട് എന്ത് ചെയ്യണം? യുദ്ധം പ്രഖ്യാപിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളിലൂടെ ഒരു മനുഷ്യൻ എന്ത് ലഭിക്കും? വസ്വാസിൽ നിന്ന് മോചനം ലഭിക്കും. മറ്റൊന്ന്, ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, വുളുവുമായി ബന്ധപ്പെട്ട്, മറ്റു സൽക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന വസ്വാസ്, അത് നീക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു അടിസ്ഥാന തത്വമാണ് അൽ യഖീനു ലാ യസൂലു ബിശക്ക്. യഖീനായ ഒരു കാര്യം സംശയം കൊണ്ട് എന്ത് ചെയ്യൂല? നീങ്ങൂല എന്നാണ്. സംശയം കൊണ്ട് നീങ്ങൂല. പലപ്പോഴും വുളുവൊക്കെ എന്ത് ചെയ്തു? വുളു ചെയ്തു കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് ഓനക്കൊരു സംശയം, എന്തെങ്കിലും നജസായിട്ടുണ്ടോ? ബാത്റൂമിൽ കയറുമ്പോൾ ഞാൻ ഇങ്ങനെ കഴുകിയിട്ടില്ലേ? ആ സംശയത്തിന് പ്രസക്തി ഉണ്ടോ? ഇല്ല, ആ സംശയത്തിന് പ്രസക്തിയില്ല. അതാണ് അൽ യഖീൻ. ദൃഢമായ ഒരു കാര്യം ലാ യസൂലു, അത് നീങ്ങിപ്പോവുകയില്ല, ബിശക്കി, സംശയം കൊണ്ട് എന്താവൂല? നീങ്ങൂല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും കടന്നു വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ വുളു കഴിഞ്ഞു, വുളു എടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. സംശയം എന്താ? നജസ് ആയിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് സംശയം. അപ്പോൾ ആ സംശയം എന്ത് ചെയ്യൂല? പരിഗണിക്കൂല. ഈ ഖാഇദ പല സ്ഥലത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? ഒരാൾ ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വന്നു. അദ്ദേഹത്തിന് സംശയമാണ്. അദ്ദേഹം വുളു എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയമാണ്. എന്നുള്ളതാണ് സംശയം. എന്തുറപ്പുണ്ട്? ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുണ്ട്. പക്ഷെ സംശയം അതിനുശേഷം വുളു എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നാണ് സംശയം. അപ്പോൾ അവിടെ എന്താ നമ്മൾ വിധിക്കുക? വുളു എടുത്തിട്ടുണ്ട് എന്നാണോ വുളു എടുത്തിട്ടില്ല എന്നാണോ? എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? കാരണം അവിടെ നമുക്ക് ഉറപ്പുള്ള വിഷയം എന്താ? ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. സംശയം എവിടെയാ? വുളു ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലേ എന്നുള്ളതാണ് എന്ത്? സംശയം. അപ്പോൾ അവിടെ സംശയം പരിഗണിക്കൂല. ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ വുളു എന്ത് ചെയ്യണം? എടുക്കണം. വുളു എടുക്കുകയാണ് വേണ്ടത്. അത് ഞാൻ പറയാം, അടുത്തൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ, അതായത് സംശയമുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നീക്കേണ്ടത്. ഇവിടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ളത് എന്താ? വുളു എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സംശയം. ഇനി അടുത്തൊരു രൂപം, ഓൻ വുളു എടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. ഓനക്ക് സംശയമാണ്, വുളു പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് സംശയം വരികയാണ്. അപ്പോൾ ഏതാ എടുക്കുക? വുളു ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുക? ഉറപ്പിക്കുക. നേരെ മറിച്ച് മറ്റേ ഉദാഹരണത്തിൽ ഓനക്ക് സംശയമുള്ളത് എന്താ? വുളു എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് സംശയം. ബാത്റൂമിൽ പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്, വിസർജനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഉറപ്പാണ് എന്ത് ചെയ്യുക? അവിടെ നമ്മൾ സ്വീകരിക്കുക.
അപ്പോൾ എവിടെ പോയാലും ഉറപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. ഇനി നിസ്കാരത്തിൻ്റെ വിഷയത്തിലേക്ക് വന്നോ, ഒരാൾ നിസ്കരിക്കാം, ഓനക്ക് സംശയം 4 റക്അത്താണോ നിസ്കരിച്ചത് 3 റക്അത്താണോ നിസ്കരിച്ചത്. ഇവിടെ അവൻ ഉറപ്പുള്ള വിഷയം ഏതാ, 3 നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതാ സ്വീകരിക്കേണ്ടത്, 3 നിസ്കരിച്ചിട്ടുണ്ട്, ഒന്ന് എന്ത് ചെയ്യണം, വീണ്ടും നിസ്കരിക്കണം, ഒന്ന് വീണ്ടും നിസ്കരിക്കണം. ഇനി വുളു എടുക്കുന്ന സമയത്ത് തന്നെ വുളുവിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് സംശയം വരികയാണ്, 2 പ്രാവശ്യമാണോ കഴുകിയത് 3 പ്രാവശ്യമാണോ കഴുകിയത്, ഏതാ സ്വീകരിക്കുക, 2 പ്രാവശ്യം. കാരണം അവർക്ക് ഉറപ്പുള്ളത് ഏതാ, 2 പ്രാവശ്യമാണ്. ക്ലിയർ അല്ലേ? അപ്പം ആ രൂപത്തിലാണ് നമ്മൾ ഈ വിഷയം എന്ത് ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത്. ഉറപ്പുള്ളതിന് എന്ത് ചെയ്യാം, എടുക്കുക, ഉറപ്പുള്ളതിനെ സ്വീകരിക്കുക, സംശയമുള്ളതിനെ ഒഴിവാക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വസ്വാസിൽ നിന്ന് നമുക്ക് രക്ഷ ഉണ്ടാകും, ഒരുപാട് വസ്വാസിൽ നിന്ന് രക്ഷ ഉണ്ടാകും. ഈ വസ്വാസ് എന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിര് കവിയലുണ്ട്. അതായത് ചില ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്ത് ചെയ്യുക, നിസ്കരിക്കുക 2, 3, 4 പ്രാവശ്യമൊക്കെ. കുറച്ചു കാലം മുമ്പ് ഒരു വിദ്യാർത്ഥി വന്നിട്ട് ഇതേപോലെ വസ്വാസുമായി ബന്ധപ്പെട്ട വിഷയം 1 മണിക്കൂറാണ് എന്ത് ചെയ്യുക, നിസ്കരിക്കുക എന്നാണ്. 1 മണിക്കൂർ 4 റക്അത്ത് നിസ്കാരത്തിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ എന്ത് ചെയ്യും, നിസ്കരിക്കുന്നതാണ് അവൻ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് വസ്വാസിൻ്റെ വിഷയത്തിൽ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ബാത്റൂമിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വുളു എടുക്കാൻ വേണ്ടി മറ്റൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, 1-1.5 മണിക്കൂറിനടുത്ത് ചിലവാക്കുന്നതാണ്. വസ്വാസ് അത്രയും അറ്റത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള വസ്വാസുകൾ തുടങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ചില ആളുകൾക്ക് നിസ്കാരത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് 2 പ്രാവശ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരാൾക്ക് എന്തുണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല ചില ആളുകൾക്ക്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റണം, അത് നമ്മൾ ആദ്യ ഘട്ടത്തിൽ തന്നെ മാറ്റണം. മറ്റേത് ഈ 2-ൽ നിന്ന് പിന്നെ എവിടേക്കെത്തും, 3-ലേക്കെത്തും, പിന്നെ 4-ലേക്കെത്തും, അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പിടിച്ചു വെക്കണം, ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ പിടിച്ചു വെക്കണം. അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചില പണ്ഡിതന്മാർക്ക് വരെ എന്തുണ്ടായിട്ടുണ്ട്, വസ്വാസിൻ്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇബ്നു ദഖീഖ് അൽ ഈദ് റഹിമഹുല്ല ഉംദത്തുൽ അഹ്കാമിന് വളരെ വിഖ്യാതമായ വിശദീകരണം രചിച്ച പണ്ഡിതനാണ് ഇബ്നു ദഖീഖ് അൽ ഈദ്. അൽ ഇഹ്കാം എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് എന്ത്, അദ്ദേഹത്തിന് വസ്വാസ് ഉണ്ടായിരുന്നു എന്നാണ്, ചെറിയ രൂപത്തിലൊക്കെ വസ്വാസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ വസ്വാസിൽ നിന്ന് നമ്മൾ നിത്യവും അള്ളാഹുവിനോട് ശരണം തേടേണ്ടതുണ്ട്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ് മിനൽ ജിന്നതി വന്നാസ്, മിനൽ ജിന്നതി വന്നാസ്. അപ്പോൾ വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകൾ ആരിൽ നിന്നൊക്കെ ഉണ്ട്, മിനൽ ജിന്നതി വന്നാസ്, ജനങ്ങളിൽ നിന്നുണ്ട് ജിന്നുകളിൽ നിന്നുമുണ്ട് എന്നാണ്. ജനങ്ങളിൽ നിന്നുമുണ്ട് ജിന്നുകളിൽ നിന്നുമുള്ള ആളുകളുണ്ട്. അപ്പം ഇവിടെ ആദ്യം പറയുന്നത് ജിന്നിനെ കുറിച്ചാണ്, പിന്നെയാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്. എന്തായിരിക്കും കാരണം? ആദ്യം ജിന്നിനെ മുന്തിക്കുന്നു, പിന്നെ മനുഷ്യനെ പറയുന്നു. കാരണം ഈ വസ്വാസിൻ്റെ അടിസ്ഥാനം ആരാ, ജിന്നുകളാണ്. അസ്വലാരാ, ജിന്നുകളായതുകൊണ്ടാണ് ജിന്നിനെ മുന്തിച്ചതും പിന്നീട് മനുഷ്യന്മാരെ പറഞ്ഞതും. സൂറത്തുൽ അൻആമിലെ 112-ാമത്തെ ആയത്ത് വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ, എല്ലാ നബിമാർക്കും എന്തുണ്ട്, ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയുള്ള ശത്രുക്കളാണ്? ഷയാതീനൽ ഇൻസി വൽ ജിൻ, ജിന്നുകളിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നും. ആ ആയത്തിൽ ആരെയാ മുന്തിച്ചത്? മനുഷ്യന്മാരെയാണ്. ഷയാതീനൽ ഇൻസി വൽ ജിന്ന് എന്നാണ്. കാരണം പ്രവാചകന്മാര് നബിമാര് ആരാണ്? നബിമാർക്ക് ശത്രുക്കളായി പ്രത്യക്ഷമായിട്ട് ആരാ ഉണ്ടാവുക? മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ മനുഷ്യന്മാരെ മുന്തിച്ചു പറഞ്ഞത്. അപ്പോൾ അതാണ് മിനൽ ജിന്നതി വന്നാസ്, ജിന്നിൽ നിന്നും മനുഷ്യന്മാരിൽ നിന്നുമുള്ള ആളുകളാണ് എന്ത് ചെയ്യാം, വസ്വാസ് ഉണ്ടാക്കുക. അപ്പോൾ 2 കൂട്ടരിലും എന്തുണ്ട്, വസ്വാസ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മനുഷ്യന്മാരിലും ചില മനുഷ്യന്മാരെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മറ്റു മനുഷ്യന്മാരെന്ത് ചെയ്യലാണ്, വഴിവഴപ്പിക്കലാണ്. എങ്ങനെയൊക്കെ വഴിവഴപ്പിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യും, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ഷർറിൽ നിന്നും എന്ത് ചെയ്യുന്നു, നമ്മൾ രക്ഷ തേടേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകളുടെ ഷർറിൽ നിന്നും രക്ഷ തേടേണ്ടതുണ്ട്. അവിടെയാണ് കൂട്ടുകെട്ടിൻ്റെ വിഷയങ്ങളൊക്കെ പറയാറുള്ളത്. അതായത് നമ്മൾ കൂട്ടുകെട്ട് സ്വീകരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കൂട്ടുകെട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കാറുണ്ട്. ഇനി ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഈ സൂറത്ത് ഇവിടെ അവസാനിക്കാൻ, അതായത് സൂറത്ത് അവസാനിപ്പിക്കുന്നത് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഈ സൂറത്ത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത്.
ഈ സൂറത്ത് കൊണ്ട് വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നതിൽ ചില പ്രത്യേകതകളുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവസാനിച്ചിട്ടുള്ളത്. സൂറത്ത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ബന്ധമുണ്ട്. സൂറത്ത് തുടങ്ങിയത് എങ്ങനെയുള്ള സൂറത്ത് കൊണ്ട്, അവസാനിക്കുന്നത് എങ്ങനെയുള്ള സൂറത്ത് കൊണ്ട്. അപ്പൊ ബാക്കിയുള്ള ഒരു വേദഗ്രന്ഥത്തിലും ഇറങ്ങാത്ത സൂറത്താണ് ഇത്, സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ ഏറ്റവും നല്ലതുകൊണ്ട് ആരംഭിച്ചു, ഏറ്റവും നല്ലതുകൊണ്ട് എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. ഈ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും അതേപോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉൻസിലത് അലയ്യ ആയാതുൻ ലം യുറ മിസ്ലഹുന്ന ഖത്തു. ഇങ്ങനെയുള്ള ആയത്ത് എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഖുതുബൊക്കെ ശ്രദ്ധിച്ചാൽ, ഖുതുബയാകട്ടെ ഔദ്യോഗികമായ എഴുത്തുകളാകട്ടെ എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടക്കം ഗംഭീരായിരിക്കും, തുടക്കം ഘനഗംഭീരായിരിക്കും, അവസാനം എന്തായിരിക്കും, ഗംഭീരായിരിക്കും. ഖുർആൻ മൊത്തം ഗംഭീരാണ്, പക്ഷെ ഇത് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി, ഏറ്റവും ഗംഭീരമായതുകൊണ്ട് തുടങ്ങി, ഏറ്റവും ഗംഭീരമായതുകൊണ്ട് എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. അതാണ് ഒന്ന്, അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. അതായത് നമ്മൾ എന്തുകൊണ്ട് ആരംഭിക്കുക പാരായണം? ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ടാണ് നമ്മൾ പാരായണം ആരംഭിക്കാറുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കാറുള്ളത്. ആ രക്ഷ തേടിക്കൊണ്ട് എന്ത് ചെയ്തു, അവസാനിപ്പിച്ചു. ആ രക്ഷ തേടിക്കൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് സൂറത്തുൻ നാസിന്റെ വിശദീകരണം കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും ആ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.